വൈസ് ചാൻസലർമാരുടെ സമ്മേളനം വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. സംസ്ഥാനത്തിന്റെ കീഴിലുള്ള മുഴുവൻ സർവകലാശാലകളിലെ വിസിമാരും ആക്ടിംഗ് വിസിമാരും സമ്മേളനം ബഹിഷ്കരിച്ചു. തമിഴ്നാട് ഗവർണർ RN രവിക്ക് വൻ തിരിച്ചടി. ഊട്ടിയിൽ ഗവർണർ വിളിച്ചു ചേർത്ത സമ്മേളനം വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ ബഹിഷ്കരിച്ചു. സംസ്ഥാനത്തിന് കീഴിലുള്ള സർവകലാശാലകളിലെ വിസിമാരും ആക്ടിംഗ് വിസിമാരും സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. സുപ്രീം കോടതി വിധി തിരിച്ചടിയായതിനു പിന്നാലെ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ മേലുള്ള നിയന്ത്രണം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവർണർ സമ്മേളനം വിളിച്ചു ചേർത്തത്. തമിഴ്നാട്ടിലെ 19 സർക്കാർ സർവകലാശാലകളിലെയും 9 സ്വകാര്യ സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരെയും 3 കേന്ദ്ര സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെയും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗവർണർ ക്ഷണിച്ചിരുന്നു. സർക്കാർ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പൂർണ്ണമായും സമ്മേളനം ബഹിഷ്കരിച്ചു. സ്വകാര്യ സർവകലാശാലകളിലെ ചില വൈസ് ചാൻസലർമാരും സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. നീലഗിരി ഉദകമണ്ഡലത്തിലെ രാജ്ഭവനിൽ നടന്ന സമ്മേളനം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറാണ് ഉദ്ഘാടനം ചെയ്തത്. അതേസമയം സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് സംസ്ഥാന സർക്കാർ ഭീഷണിപ്പെടുത്തിയെന്ന് ഗവർണർ RN രവി ആരോപിച്ചു. ഗവർണർ കഴിഞ്ഞ 3 വർഷമായി ഊട്ടിയിൽ വൈസ് ചാൻസലർമാരുടെ സമ്മേളനം നടത്തിവരുന്നുണ്ട്. കഴിഞ്ഞ 8-ന് തമിഴ്നാട് ഗവർണർ അന്യായമായി തടഞ്ഞുവെച്ചിരുന്ന 10 ബില്ലുകളും പാസാക്കിയതായി സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇതിൽ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കുന്ന ബില്ലും ഉൾപ്പെട്ടിരുന്നു. കോടതി വിധി വന്നതിന് പിന്നാലെ തമിഴ്നാട് നിയമസഭ ബില്ലുകൾ നിയമമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.